ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് ബാരിയേഴ്സ് ആണ്. അതായത് ട്രേഡിനുള്ള ബാരിയേഴ്സ്, ഇൻ്റർനാഷണൽ ട്രേഡിനുള്ള ബാരിയേഴ്സ്. കാരണം ഒരു ട്രേഡ് നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് എന്താണ് ഒരു കൺട്രീൻ്റെ ട്രേഡ് അങ്ങനെ വിട്ടു കൊടുക്കില്ല. കാരണം കൺട്രോൾ ഇല്ലെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവിടെ ഡെവലപ്ഡ് കൺട്രീസ് ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മളെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇതായിട്ട് പ്രശ്നം വരും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ കൺട്രീസ് എന്ത് ചെയ്യും, ഈ ട്രേഡിന് ചില ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യും. അപ്പോൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രേഡ് ബാരിയേഴ്സ് ആർ മെഷേഴ്സ് ദാറ്റ് ദി ഗവൺമെൻറ് ഓർ പബ്ലിക് അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസസ് ലെസ് കോമ്പറ്റീറ്റീവ് ദാൻ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് എന്താണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് പബ്ലിക് അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെഷേഴ്സാണ് എന്തിന്, നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ത് ചെയ്യാം ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിനേക്കാളും ലെസ് കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇമ്പോർട്ടിങ്ങിലൊരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതിന് നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ബാരിയേഴ്സ് ഉണ്ടാവും, എന്നാലും എക്സ്പോർട്ടിൽ ബാരിയേഴ്സ് കുറവാകും. കാരണം നമുക്ക് ഇപ്പം എക്സ്പോർട്ടാണല്ലോ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, ഇമ്പോർട്ട് നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടിലാണ് നമ്മൾ ബാരിയേഴ്സ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇമ്പോർട്ടഡ് ഗുഡ്സിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെഷേഴ്സാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡ് ബാരിയേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ടാരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. അതായത് ട്രേഡ് ബാരിയേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് ഇമ്പോർട്ട് റെസ്ട്രെയിൻസ് എന്ന് പറയാം. ഇമ്പോർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് എന്ത്, ട്രേഡ് ബാരിയേഴ്സ്. ഇമ്പോർട്ട് റെസ്ട്രെയിൻ തന്നെ നമുക്ക് ട്രേഡ് ബാരിയേഴ്സിനെ പറയാം. അപ്പോൾ ഈ ട്രേഡ് ബാരിയേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും. ടാരിഫ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ടാക്സ് ആണല്ലോ. ഇമ്പോർട്ടിൽ എക്സ്പോർട്ടിൽ വരുന്ന ടാക്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ടാരിഫ് എന്ന് പറയുന്നത്. ടാരിഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ടാരിഫ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ഓർ എക്സ്പോർട്ട് ഈസ് കോൾഡ് ടാരിഫ് അല്ലേ. അപ്പോൾ ടാരിഫിൻ്റെ വേർഡ്സിൻ്റെ ഡെറിവേഷൻ അതൊന്നും നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകുന്നു വേണ്ട. നമുക്ക് എന്താണ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ടാരിഫ് നോക്കാം. അപ്പോൾ ടാരിഫ് നമ്മൾ എന്ത് പറഞ്ഞു, ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ഓർ എക്സ്പോർട്ട്സ് അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് ടാരിഫിൽ ഫസ്റ്റ് വൺ സ്പെസിഫിക് ഡ്യൂട്ടി. എന്താണ് സ്പെസിഫിക് ഡ്യൂട്ടി നോക്കാം. സ്പെസിഫിക് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഗുഡ്സ്. വെൻ എ ഫിക്സഡ് സം ഓഫ് മണി കീപ്പിംഗ് ഇൻ എ വ്യൂ ദ വെയ്റ്റ് ഓർ മെഷർമെൻറ്റ് ഓഫ് എ കമ്മോഡിറ്റി, ഇറ്റ് ഈസ് ലെവിഡ് ആസ് ടാരിഫ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഡ്യൂട്ടി. അപ്പോൾ സ്പെസിഫിക് ഡ്യൂട്ടി ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യുന്നത്, അത് നോക്കുന്നത് പിന്നെ ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നോക്കുക, അതായത് ഇപ്പോൾ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ബാരലിനും ഇത്ര ക്വാളിറ്റി ടാരിഫ് വെച്ചിട്ട്, അതായത് അപ്പോൾ അവിടെ ക്വാളിറ്റി വാല്യൂ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അവിടെ ഒരു ബാരലിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫിസിക്കൽ ഇത് മാത്രമേ എന്ത് നോക്കുന്നുള്ളൂ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ക്വാളിറ്റി വാല്യൂ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ എന്താണ്, ചീപ്പ് ഇമ്പോർട്ട്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാരലിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ക്വാളിറ്റിക്കോ വാല്യൂവിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് അഡ് വലോറം ഡ്യൂട്ടി. അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ, അഡ് വലോറം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അക്കോർഡിംഗ് ടു വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ, ഡ്യൂട്ടീസ് ആർ ലെവീഡ് അക്കോർഡിംഗ് ടു ദ വാല്യൂ. നമ്മൾ വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടീസ് പ്രോഡക്ട്സുമേ ആ പ്രോഡക്ട്സ് ലെവി ചെയ്യുന്നത്, ഇമ്പോർട്ടുമേ ലെവി ചെയ്യുന്നത് വാല്യൂവിനനുസരിച്ചാണ്. അതാണ് അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇഗ്നോർസ് ദ കൺസിഡറേഷൻ ഓഫ് വെയിറ്റ്, സൈസ് ഓർ വോളിയൂം ഓഫ് കമ്മോഡിറ്റി. അവിടെ വാല്യൂവിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ പിന്നെ ടാരിഫ് ഇമ്പോസ് ചെയ്യും. മറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ വാല്യൂ എന്നല്ല ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചില ഇതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ പെയിൻറ്റിനൊക്കെ നമുക്ക് എന്താണ് ഫിസിക്കൽ ഇത് നോക്കാൻ പറ്റില്ല, ആർട്ട് വർക്കിന്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ പിന്നെ പ്രോഡക്ട്സിൻ്റെ വാല്യൂ നോക്കി ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടീസാണ് നമ്മൾ അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. ദെൻ നെക്സ്റ്റ് സ്ലൈഡിങ് സ്കെയിൽ ഡ്യൂട്ടി. നമ്മൾ അഡ് വലോറം ഡ്യൂട്ടിയും അതിൻ്റെ കോമ്പിനേഷനും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്ലൈഡിങ് സ്കെയിൽ ഡ്യൂട്ടീസ്. എന്താണ് സ്ലൈഡിങ് സ്കെയിൽ ഡ്യൂട്ടി? ദ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വിച്ച് വേരി വിത്ത് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ആർ കാൾഡ് സ്ലൈഡിങ് സ്കെയിൽ ഡ്യൂട്ടീസ്. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റിക്ക് അനുസരിച്ച് എന്താണ് വാരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസാണ് എന്ത് പറയുന്നത്, സ്ലൈഡിങ് സ്കെയിൽ ഡ്യൂട്ടീസ്. അതായത് അതിന് നമ്മൾ സീസണൽ ഡ്യൂട്ടീസ് എന്നും പറയും. അതായത് ചില പ്രോഡക്ട്സിന് എന്താണ് പിന്നെ പ്രൈസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെന്താണ് അത് പിന്നെ കൂടുതലായിട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്. കാരണം അത് നാച്ചുറിനനുസരിച്ച് ക്ലൈമറ്റിനനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനത്തെ ഗുഡ്സിന് നമ്മൾ സീസണൽ ഡ്യൂട്ടീസ് എന്നും പറയും. കാരണം അതിൻ്റെ പ്രൈസ് എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നെക്സ്റ്റ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. അതായത് ദ നെക്സ്റ്റ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സെർട്ടിൻ ഇമ്പോർട്ട്സ് വെയർ പ്രോഡക്ട്സ് ആർ സബ്സിഡൈസ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് ഗവൺമെൻറ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി പറയുമ്പോൾ ചില പ്രോഡക്ട്സിന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഗവൺമെൻറ് എന്താണ് എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടി അതിന് പിന്നെ സബ്സിഡിയും കൂടെ തരും. അപ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ ആ ഗുഡ്സ് ഒന്നുകൂടെ ചീപ്പാവും. അപ്പോൾ അവിടുത്തെ ഇതിനെന്താണ് അത് ബാധിക്കും, അവിടുത്തെ ഗുഡ്സിനെ അത് ബാധിക്കും, ഡൊമസ്റ്റിക് ഗുഡ്സിന്. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്ട്സിന് എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് വലിയ താരിഫൊക്കെ ഇമ്പോസ് ചെയ്താൽ എന്താണ് നമ്മളിതിനായിട്ട് ഈക്വലായിട്ട് പോകും. നോർമലിനേക്കാളും അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇമ്പോസ് ചെയ്യുക. അപ്പോൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. അതായത് imposed on certain export where products are subsidized by exporting government. എക്സ്പോർട്ടിംഗ് ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഇമ്പോർട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യുക നോർമലിനേക്കാളും കുറച്ച് അധികം ഇമ്പോസ് ചെയ്യുക, നമ്മളുടെ ഡൊമസ്റ്റിക് ഗുഡ്സിന് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ചീപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് റവന്യൂ താരിഫ്. റവന്യൂ താരിഫ് എന്ന് പറയുമ്പോൾ എന്താണ്, എ താരിഫ് വിച്ച് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് റവന്യൂ ടു ദ ഹോം ഗവൺമെൻറ് ഈസ് കോൾഡ് റവന്യൂ താരിഫ്. അതായത് റവന്യൂ താരിഫ് പറയുമ്പോൾ താരിഫ് വിച്ച് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് റവന്യൂ ടു ദ ഹോം ഗവൺമെൻറ് ഈസ് കോൾഡ് റവന്യൂ താരിഫ്. അതായത് നമ്മളെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിനാണ് ഇമ്പോസ് ചെയ്യുന്ന താരിഫിനെയാണ് റവന്യൂ താരിഫ്. ഇപ്പോൾ ലക്ഷറി ഗുഡ്സിനൊക്കെ താരിഫ് നമുക്ക് എത്രയും വെക്കുക, കാരണം അത് ഒരു കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പക്ഷേ അത് വാങ്ങുന്നവരെന്താണ്, അതിനിപ്പോൾ ലക്ഷറി സൈറ്റ് ആകുമ്പോൾ താരിഫ് കൂടി വിചാരിച്ച് പ്രൈസ് കൂടിയതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്താണ് നമ്മളെ കൺട്രിക്ക് അതെന്താവും, ഒരു ഇതാവും ചെയ്യും, പിന്നെ റവന്യൂ ആവും ചെയ്യും. കാരണം കോമൺ പീപ്പിളിന് പ്രശ്നം വരുന്ന ഗുഡ്സല്ല, പക്ഷേ എന്താണ് നമ്മളെ കൺട്രിക്ക് അതുകൊണ്ട് റവന്യൂ ആവും ചെയ്യും. അങ്ങനത്തെ ഇമ്പോസ് ചെയ്യുന്നതിന് നമ്മൾ റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പറയുമ്പോൾ നമുക്കറിയാം, ഡംപിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഗുഡ്സ് വളരെ ചീപ്പ് റേറ്റിൽ എന്താണ് കൊടുന്ന് വിൽക്കുക. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഗുഡ്സിന് അതൊരു പ്രശ്നമായി വരും അല്ലേ. അപ്പോൾ ആൻറ്റി ഡംപിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ നമ്മൾ ഡംപ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഗുഡ്സ് പിന്നെ ഇത് ഇമ്പോസ് ചെയ്യാം, താരിഫ് ഇമ്പോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പിന്നെ ഡംപിങ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് അത്രയും പിന്നെ ഇതാവാതിരിക്കാൻ, വാല്യൂലെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടി. ദെൻ പിന്നെ പ്രൊട്ടക്റ്റീവ് താരിഫ്. പ്രൊട്ടക്റ്റീവ് താരിഫ് പറയുമ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താരിഫ് ഇമ്പോസ് ചെയ്യുക. നമ്മൾ പിന്നെ ഇൻഡസ്ട്രീസ് ഉണ്ടാവില്ല, അത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും ഫോറിൻ ഗുഡ്സ് വന്നാൽ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. നമുക്കിതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, എന്നാലും ഏകദേശം നമ്മളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സ്പെസിഫിക് ഡ്യൂട്ടി പറയുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രം നോക്കിയിട്ട്, പിന്നെ ആഡ് വലോറം ഡ്യൂട്ടി പറയുമ്പോൾ വാല്യൂ നോക്കിയിട്ട്, കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ,
പിന്നെ സ്ലൈഡിങ് സ്കെയിൽ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രൈസിൽ ചേഞ്ച് വരുന്ന ഗുഡ്സിന്. പിന്നെ കൗണ്ടർ വെയിലിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് സബ്സിഡി ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചീപ്പാവും. അപ്പോൾ അതൊന്ന് പിന്നെ സെറ്റാക്കാൻ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ റവന്യൂ താരിഫ്, കൺട്രിക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ആ ഗുഡ്സിന്, അങ്ങനത്തെ ഗുഡ്സിന് നമ്മൾ പിന്നെ ആ താരിഫ് ഇമ്പോസ് ചെയ്യുള്ളൂ. അവർ നമ്മൾ നോർമൽ ലൈഫിന് ആവശ്യമില്ലാത്ത ഗുഡ്സാവും കൂടുതലും. പിന്നെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, ഡംപിങ് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് താരിഫ്, ആ പേരിൽ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. എല്ലാ ഗുഡ്സും ഇപ്പോൾ ഡംപിങ് ഡ്യൂട്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് നോൺ താരിഫ് ബാരിയേഴ്സ്, അതായത് ഇങ്ങനെ പിന്നെ താരിഫ് അല്ലാത്ത രീതിയിൽ എന്താണ് ഉള്ളത്. അതായത് നമ്മൾ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ പ്രൈസിനെ ബാധിക്കും. പക്ഷെ നോൺ താരിഫ് ആകുമ്പോൾ എന്താണ്, പ്രൈസിനെ ബാധിക്കില്ല. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസിനെ ബാധിക്കില്ല. പക്ഷേ എന്തിനെ ബാധിക്കും, ക്വാണ്ടിറ്റിനെയാണ് ബാധിക്കുക. മനസ്സിലായോ? താരിഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുഡ്സിൽ അതിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. അതിൻ്റെ എന്താണ്, ക്വാണ്ടിറ്റിയിലാണ് എന്ത് വരിക, ഇത് വരിക. അതിൽ ഫസ്റ്റ് വൺ കോട്ട സിസ്റ്റം. കോട്ട സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, കൺട്രി ഫിക്സ് ദ ലിമിറ്റ് ഓഫ് ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിൻ്റെ ഇമ്പോർട്ട് ക്വാണ്ടിറ്റി എന്താണ്, കൺട്രി ഫിക്സ് ചെയ്യും. ഇത്രയും ഇവിടുന്ന് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ കോട്ട സിസ്റ്റത്തിൽ സബായിട്ട് വരുന്നതാണ് ഫസ്റ്റ് താരിഫ് ഓർ കസ്റ്റംസ് കോട്ട. അതായത് താരിഫ് ഓർ കസ്റ്റംസ് കോട്ട എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി എന്താണ്, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ റിഡക്ഷനിൽ കൊടുക്കും. ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ചെറിയൊരു റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ അഡീഷണലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ എന്താണ്, ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്യും. അതായത് കസ്റ്റംസ് കോട്ട എന്ന് പറയുമ്പോൾ certain quantity of imports is allowed at duty free or at reduced rate of import duty. Additional imports beyond the specified quantity are permitted only at increased rate of duty. അതായത് ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും, ഡ്യൂട്ടി ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇമ്പോർട്ട് റേറ്റിൽ കൊടുക്കും. ദെൻ ആ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻക്രീസ്ഡ് റേറ്റിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് യൂണിലേറ്ററൽ കോട്ട. യൂണിലേറ്ററൽ കോട്ട പറയുമ്പോൾ the total import quantity is fixed without the prior consultation with the exporting countries. Total import quantity is fixed without prior consultation with the exporting country. എക്സ്പോർട്ടിങ് കൺട്രീൻ്റെ പിന്നെ കൺസൾട്ടേഷൻ ഒന്നുമില്ല. നമ്മൾ സ്വന്തം ആ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി സ്വന്തം തീരുമാനിക്കുക ഇന്ന ഡ്യൂട്ടി ഇത്ര പിന്നെ കോട്ട ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യൂണിലേറ്ററൽ കോട്ട. പിന്നെ ബൈലേറ്ററൽ കോട്ട, അതായത് ഇവിടെ എന്താണ്, നമ്മൾ നെഗോസിയേഷൻ ബിറ്റ്വീൻ ഇമ്പോർട്ടിംഗ് കൺട്രി ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രി. ഇമ്പോർട്ടിംഗ് കൺട്രിയും എക്സ്പോർട്ടിംഗ് കൺട്രിയും ഒരു നെഗോസിയേഷനിൽ എന്ത് ചെയ്യാണ്, ഫിക്സ് ചെയ്യുന്നതാണ് ബൈലേറ്ററൽ കോട്ട. ദെൻ പിന്നെ മൾട്ടിലേറ്ററൽ കോട്ട. മൾട്ടിലേറ്ററൽ കോട്ട പറയുമ്പോൾ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്താണ് അവിടെ ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യണം എന്താ എത്രയാണ് ക്വാണ്ടിറ്റി പിന്നെ എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രി ഡിസൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിലേറ്ററൽ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കോട്ട സിസ്റ്റത്തിൽ 4 ടൈപ്പ്. കസ്റ്റംസ് കോട്ട എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ഡ്യൂട്ടി ഫ്രീ. ദെൻ പിന്നെ അതിന് ഇപ്പോൾ 100 കിൻഡൽ അങ്ങനെ എന്തെങ്കിലും പറയാം, ആ കിൻഡൽ വരെ എന്താണ് ഡ്യൂട്ടി ഫ്രീ. ദെൻ ബിയോണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ 101 ആവുകയാണെങ്കിൽ ആ ഒന്നിന് എക്സ്ട്രാ ഡ്യൂട്ടി കൊടുക്കണം, എക്സ്ട്രാ അഡീഷണൽ ഇൻക്രീസ്ഡ് റേറ്റിൽ കൊടുക്കണം. പിന്നെ യൂണിലേറ്ററൽ കോട്ട, ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി സ്വന്തം ഇഷ്ടപ്രകാരം കോട്ട ഫിക്സ് ചെയ്യാം. ബൈലേറ്ററിൽ പറയുമ്പോൾ എക്സ്പോർട്ടിംഗ് കൺട്രി, ഇമ്പോർട്ടിംഗ് കൺട്രി. മൾട്ടിലേറ്ററിൽ പറയുമ്പോൾ മൾട്ടിലേറ്ററൽ കോട്ട എന്നാണ്. മൾട്ടിലേറ്ററൽ എന്ന് പറയുമ്പോൾ കുറച്ച് കൺട്രീസ് എന്ത് ചെയ്യാണ്, കുറച്ച് കൺട്രീസ് ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിലേറ്ററൽ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നോൺ താരിഫ് ബാരിയേഴ്സിൽ നമ്മൾ കോട്ട സിസ്റ്റം പറഞ്ഞു. നെക്സ്റ്റ് ആണ് കോട്ട സിസ്റ്റത്തിൻ്റെ സബ്ബാണ് ഈ പറഞ്ഞ 4 പോയിൻറ്റ്. ഇത് നെക്സ്റ്റ് ആണ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്. പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഗുഡ്സിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. കൂടുതലായിട്ട് ചെയ്യാമെന്ന് ആരാ ചെയ്യുന്നത് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസ്. അവരെ കൺട്രീസിലേക്ക് പിന്നെ ബാഡ് ക്വാളിറ്റി ഉള്ള ഗുഡ്സൊക്കെ വരാതിരിക്കാൻ. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഐറ്റംസൊക്കെ എത്ര ഒരു പിന്നെ ടെസ്റ്റിങ്ങിന് ശേഷമുള്ളത് പ്രിഫർ ചെയ്യുള്ളൂ, പിന്നെ ക്വാളിറ്റി ഉള്ളത് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യും, ചില കൺട്രീസൊക്കെ ഇമ്പോസ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ഒരു ഇന്നൊരു സ്റ്റാൻഡേർഡുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. പിന്നെ ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്. പിന്നെന്താണ് നമ്മൾ ചെയ്യുന്നത്,
ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ് അത് വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ്, നോൺ താരിഫ് ബാരിയേഴ്സിലാണ്. ഗവൺമെൻറ് ഇമ്പോസ് ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്സ് ടു ബൂസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നെ നാട്ടിലുള്ള എന്തെങ്കിലും കണ്ടൻറ് അതിൽ ഉണ്ടാവണമെന്ന് പറയാം. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലുള്ള ആ ഒരു അതിന് ഇതായിട്ട് വരുന്ന ഇതിനെന്താണ്, അവിടെ ഒരു ചിലവ് വരും. ദെൻ നെക്സ്റ്റ് പാക്കേജിങ് റിക്വയർമെൻറ്റ്. പാക്കേജിങ് റിക്വയർമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ഒരു കൺട്രീസ് എന്ത് ചെയ്യും, ഓരോ പിന്നെ കണ്ടീഷൻ വെക്കും, ഇന്ന പാക്കേജ് പറ്റുള്ളൂ, റീസൈക്ലബിൾ മെറ്റീരിയൽ ആണെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുക, കൺട്രീസിന് എന്ത് ചെയ്യുക, റെസ്ട്രിക്ഷൻസ് വെക്കാം. പിന്നെ കോൺസുലാർ ഫോർമാലിറ്റീസ്. കോൺസുലാർ ഫോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് ഒരു കൺട്രീൻ്റെ കോൺസുലേറ്റ്സ് ഉണ്ടാവും, അപ്പോൾ അവർ സർട്ടിഫൈ ചെയ്തത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇതിൽ. നമ്മൾ പ്രോഡക്റ്റ് ലേബലിംഗ് കിട്ടൂല. പ്രോഡക്റ്റ് ലേബലിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ലേബൽ എന്ത് ചെയ്യുക, കൺട്രിക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ചിലത് എന്ത് ചെയ്യും, നമ്മളെ ഭാഷയിൽ തന്നെ പ്രിൻ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. പിന്നെ സ്റ്റേറ്റ് ട്രേഡിങ് എന്ന് പറയുമ്പോൾ ചില കൺട്രീസിൽ നിന്ന് എന്താണ്, നമുക്ക് ഡയറക്റ്റായിട്ടൊരു വ്യക്തിക്ക് എന്താണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ പാടില്ല. ഒരു കാനലൈസിങ് ഏജൻസി എന്താണ്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവണം. അതായത് ഒരു ഏജൻസി മിഡിലായിട്ട് ഉണ്ടായിട്ട് ആ ത്രൂ നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ട്രേഡിങ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാം. ദെൻ പിന്നെ പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇമ്പോർട്ട് ഫ്രം മെമ്പർ കൺട്രീസ് ആർ ഗിവൻ പ്രിഫറൻസസ്. ഇപ്പോൾ നമ്മളൊരു ട്രേഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 5-6 പിന്നെ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടൊരു ബ്ലോക്ക്സ്, നമ്മളിപ്പോൾ ബ്രിക്സ് നമുക്കറിയില്ലേ, ആ ബ്രിക്സ് ബ്ലോക്ക്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വേറെ, ആസിയാൻ വേറെ. അപ്പോൾ അവരെന്ത് ചെയ്യുക, ആ മെമ്പർ കൺട്രീസിന് എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക. അവർക്ക് നമ്മളതിൽ മെമ്പറായിട്ടുള്ളവർ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുക. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ പോയിൻ്റ് അല്ല. നമ്മളുടേതായിട്ടുള്ളൊരു പിന്നെ റെഗുലേഷൻസ് എന്താണ്, നമ്മളെ കൺട്രിയിലുണ്ടാവും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് പിന്നെ ഇത് അവൈലബിൾ ആണോ, അതിനുള്ള പിന്നെ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടോ, പിന്നെ എക്സ്ചേഞ്ച് കൺട്രോൾ എന്തൊക്കെയല്ല, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യണം, ഉറപ്പിക്കേണ്ടി വരും. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടേതായ റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. പിന്നെ നമുക്കിത് ലൈസൻസിങ് ഒക്കെ കൂട്ടാം. ലൈസൻസിങ് എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു നമുക്ക് കുറേ പോയിൻറ്റ്സ് എന്താണ് നമ്മളുടേതായിട്ട് ആഡ് ചെയ്യുക. ചിലതന്നെ ലൈസൻസിങ് വെക്കും. ലൈസൻസ് എന്ന് പറയുമ്പോൾ ഈ കൺട്രി ലൈസൻസ് ഉള്ളവരെ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ നമ്മൾ താരിഫ് ബാരിയേഴ്സും പറഞ്ഞു, നോൺ താരിഫ് ബാരിയേഴ്സും പറഞ്ഞു. നോൺ താരിഫ് ബാരിയേഴ്സിൽ കസ്റ്റംസ് കോട്ട, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്, ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്സ്, പ്രോഡക്റ്റ് ലാബലിംഗ്, പാക്കേജിംഗ് റിക്വയർമെൻറ്റ്, കോൺസുലാർ ഫോർമാലിറ്റീസ്, സ്റ്റേറ്റ് ട്രേഡിംഗ്, പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. അപ്പോൾ താരിഫ് ബാരിയേഴ്സ്, നോൺ താരിഫ് ബാരിയേഴ്സ് ഇത്രയാണ് കേട്ടോ.